കാലിങ്ങനെ വെച്ചിരിക്കുകയാണ്. കാലിൻ്റെ മുട്ടിന് മുകളിലേക്ക് എൻ്റെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറയുകയാണ്, ജെയിംസേ കാല് മുറിക്കണം. നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവത്തിൽ പോലും എനിക്ക് നാളെ ഇത് ഉണ്ടാകുമെന്നതിൻ്റെ കാര്യത്തിൽ നിശ്ചയമില്ല, ഉറപ്പില്ല. അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നുമില്ലെന്ന് മനസ്സിലായി. ഒരു 4 മണിക്കൂർ വരെ എനിക്ക് ഒറ്റക്കാലം നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാനായിട്ടുള്ളൊരു ശക്തി ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. നിൽക്കാം. എൻ്റെ ശ്വാസകോശത്തിന്, ലെഫ്റ്റ് ലങ്സിന് ക്യാൻസർ ഉണ്ട് എന്ന് പറയാം. ദൈവം എനിക്ക് 2 കാലോടുകൂടി ഈ ഭൂമിയിൽ ജനിക്കാനായിട്ടൊരു സാഹചര്യം അവസരമൊക്കെ തന്നത് ദൈവത്തിൻ്റെ എന്നോടുള്ളൊരു ഔദാര്യം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് അച്ഛനാകാനായിട്ട് പറ്റിയത്. അതിനുശേഷം ദൈവം തന്നെയാണ് എൻ്റെ കാലം എടുക്കുന്നത്. പിന്നീട് ദൈവം തന്നെയാണ് എൻ്റെ ശ്വാസകോശം എടുക്കുന്നത്. പക്ഷേ ആ ദൈവം തന്നെയാണ് വീണ്ടും എനിക്ക് പൗരോഹിത്യത്തിലേക്ക് വളരാനും ശുശ്രൂഷാ ജീവിതത്തിലോട്ട് വരാനും വചനം പ്രസംഗിക്കാനും ഒക്കെ ഉള്ള വലിയൊരു അഭിഷേകവും കൃപയെല്ലാം തരുന്നത് ഈ ഈശോ തന്നെയാണ്. എൻ്റെ പേര് ഫാദർ ജെയിംസ് തെക്കുംചേരിക്കുന്നേൽ. എൻ്റെ വീട് പാലാരൂപതയിലുള്ള ചെമ്പലമറ്റം എന്ന 12 അപ്പോസ്തലന്മാരുടെ ഇടവകയാണ്. ഞാൻ വൈദികനായിരിക്കുന്നത് ദിവികാരുണ്യ മിഷണറി സഭ എന്ന് പറയുന്ന MCBS എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷനിലെ ഒരു സന്യാസ വൈദികനാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട വലിയ ദൈവാനുഭവങ്ങളെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ടാണ്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഈശോ ഒരുപാട് രീതികളിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ, അതായത് ആദ്യം സെമിനാരിയിലോട്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ദിവികാരുണ്യ മിഷണറി സഭയാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നത്. അതും ഈ ദിവികാരുണ്യ മിഷണറി സഭ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എൻ്റെ വല്യപ്പൻ, അപ്പൻ്റെ അപ്പൻ, വർഷങ്ങൾ ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്നൊരു സമയത്ത് ഞങ്ങളുടെ നാടിൻ്റെ പരിസരത്ത് സൈഡിൽ ഒരു കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം ഉണ്ടായി. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം. അപ്പോൾ എന്നെ വല്യപ്പൻ എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ അത് കാണാനായിട്ട് കൊണ്ടുപോകുന്നതും അവിടെ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതും, എല്ലാവരും കുർബാനയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാനും ഇങ്ങനെ കുർബാന മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതിശക്തമായ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്, ഒരു ദൈവാനുഭവം എനിക്കുണ്ടായി. അതിൽ നിന്നുകൊണ്ടാണ് എനിക്ക് കുർബാനയുടെ പിന്നെ ഭയങ്കര സ്നേഹവും ഭക്തിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ ദിവികാരുണ്യ മിഷണറി സഭ എന്ന് പറയുന്നൊരു സഭയുണ്ടെന്നും അവിടെ വൈദികർ വിശുദ്ധ കുർബാനയുടെ കാര്യസമനുസരിച്ച് ജീവിക്കുന്ന, വിശുദ്ധ കുർബാനയ്ക്കിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവിക്കുന്ന അങ്ങനെ ഒരു സഭയുണ്ടെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഞാൻ ആ സഭയിലേക്ക് ഞാൻ അച്ഛനാകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പിന്നിൽ ഇങ്ങനെ എൻ്റെ ഇടവകയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഇടവകയിൽ നടന്ന ഒരു പട്ട ശുശ്രൂഷയൊക്കെ ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ എനിക്ക് പട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ അല്പം താമസിച്ച് പോയി തിരുക്കർമ്മത്തിന് വരാനായിട്ട്. അപ്പം ഞാനിങ്ങനെ അകലെ നിന്ന് പള്ളിയുടെ വലിയ ചേട്ടന്മാരുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട്, ഞാൻ ചെറുപ്പമാണ്, തീർത്ത് കുഞ്ഞാണ്. ആ സമയത്ത് ഇങ്ങനെ പട്ട ശുശ്രൂഷയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അന്ന് ഡീക്കൻ ഇങ്ങനെ മാമോദിസ തൊട്ടി മുത്താനായിട്ട് വരുമ്പോൾ അത് പള്ളിയുടെ താഴെ ഭാഗത്താണ്. അപ്പം അങ്ങനെ ഞാൻ സൈഡിൽ നിന്ന് ഡീക്കൻ്റെ ഒരു മുഖം കണ്ടു. അത്രയൊക്കെ എൻ്റെ ഓർമ്മകളിലുള്ളൂ. പക്ഷേ ആ ഒരു മൊമെൻറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കാൻ കാരണം അവിടെ തൊട്ടൊക്കെയാണ് ഇങ്ങനെ ഇതുപോലൊരു വൈദികനാകണം എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ ശക്തമായിട്ട് പ്രേരണയായിട്ട് ദൈവവിളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പുറമേ നിന്ന് പറയാനായിട്ടുള്ളത്. പിന്നീട് സെമിനാരിയിലോട്ട് വന്നു. അത് എൻ്റെ ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഈശോ എന്നെ തിരഞ്ഞെടുത്തത് എനിക്കിങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ, കുടുംബത്തിലൂടെ, മാതാപിതാക്കന്മാരിലൂടെ ഒക്കെ എനിക്ക് മനസ്സിലാകുകയാണ്. പിന്നെ സെമിനാരി വന്നു. സെമിനാരി കാലഘട്ടങ്ങളിലൊക്കെ വളരെ സ്മൂത്തായിട്ട് ആദ്യത്തെ 3 വർഷം പോയി. പിന്നെ ഓഷ്യറ്റ് എന്ന് പറയുന്നൊരു വർഷം, 4ാമത്തെ വർഷം. 5ാമത്തെ വർഷത്തിൽ ഞാനിങ്ങനെ ഫിലോസഫി, തത്വശാസ്ത്ര പഠനം ബാംഗ്ലൂരിൽ ജീവാലയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെമിനാരിയാണ്, MCBS സഭയുടെ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കാലിൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് താഴെ ആയിട്ട് ഒരു കുറച്ച് ഭാഗം, ഒരു ഇത്രയും ഭാഗത്ത് എനിക്കൊരു വേദന പോലെ ഉണ്ടായി. വേദന ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. 1-2 മാസം ഈ വേദനയും വെച്ചുകൊണ്ട് ഞാൻ നടന്നു. അപ്പോൾ പയ്യെ നീരായി തുടങ്ങി, എനിക്ക് പിന്നെ ചട്ട് തുടങ്ങി. പിന്നെ എനിക്ക് നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ കൂട്ടത്തിലുള്ള ബ്രദേഴ്സൊക്കെ തിരുമാനും സഹായിക്കാനും ഒക്കെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഒരു 3 മാസമൊക്കെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദന അങ്ങനെയൊക്കെ ആയി. ഞങ്ങളുടെ ഫിലോസഫി പഠിക്കുന്നത് 3ാം നിലയിലാണ്, ഫസ്റ്റ് ഇയർ ആയിരുന്നു. എൻ്റെ 3ാം നിലയുടെ മണ്ടയിലാണ് കിടക്കുന്നതൊക്കെ. അപ്പോൾ പള്ളിയിൽ പോകാനും ഡ്രസ്സ് മാറാനും ഭക്ഷണം കഴിക്കാനും ക്ലാസ്സിൽ പോകാനും എല്ലാത്തിനും നമ്മൾ 3 നില കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് നട കയറാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയുന്നു, ആശുപത്രിയിൽ പോകുന്നു.
പരിശോധിക്കുന്നു. എക്സ്റേ എടുക്കാനായിട്ട് ഡോക്ടർ പറയുന്നു. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് സാറ് പറയാണ്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കാലിൻ്റെ അസ്ഥി, അതായത് മുട്ടിന് താഴെയുള്ള അസ്ഥി കുറച്ച് ഭാഗം ഇങ്ങനെ ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കാലിന് വെയിറ്റ് കൊടുക്കരുത്, 2 കാലും കുത്തരുത് എന്ന് പറയാണ്. പിന്നെ ഞാൻ ഒറ്റക്കാല് ചാടി, ഒറ്റക്കാലിലായിരുന്നു പിന്നെ കുറച്ച് കാലഘട്ടം. മറ്റേ കാല് കുത്താതെ ധരിച്ച് സെമിനാരി വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ സെമിനാരിയുടെ പഠന കാര്യങ്ങളെല്ലാം നിർത്തുകയാണ്. പിന്നീട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. സിക്ക് റൂമിലേക്ക് മാറി കുറേ കാലഘട്ടം അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. മുന്നോട്ട് എന്നാ ചെയ്യണം എന്നുള്ള അധികാരികൾ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ സഭയുടെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജെയിംസേ നീ ചികിത്സയ്ക്കായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. പിന്നെ നാട്ടിലേക്ക് വന്നു. പിന്നെ പല രീതിയിലുള്ള ചികിത്സകളിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ അവസാനമാണ് ബയോപ്സി എടുക്കുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ കുറച്ച് ഭാഗത്തെ പരിശോധനയ്ക്കായിട്ട് അയച്ചു. അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് സഭയിലെ അംഗങ്ങളും വീട്ടുകാരെല്ലാവരും കൂടെ ഉണ്ട്, എനിക്ക് വിഷമമൊന്നും വരാതിരിക്കാൻ. റിസൾട്ട് ഇങ്ങനെയാണ്, എനിക്ക് ബോൺ ക്യാൻസറാണ്, അത് 3rd സ്റ്റേജ് എത്തി. ക്യാൻസറാണെന്ന് അറിഞ്ഞു. എനിക്ക് ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മാറുകയാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ ആരംഭിച്ചു. കീമോ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ നാട്ടിലേക്ക് പോന്നു. കീമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പല രീതിയിലുള്ള കീമോയുടേതായ എല്ലാ സൈഡ് എഫക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ അച്ഛനാകണം, സെമിനാരിൽ പോകണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള വലിയ സ്വപ്നമായിട്ടുള്ള ഒരു 22 വയസ്സുള്ള ഒരു യുവാവ്. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ മുഴുവനും സ്വപ്നങ്ങളും മുഴുവനും സ്റ്റേജും മുഴുവൻ ജീവിത സാഹചര്യങ്ങളും മുഴുവൻ അങ്ങോട്ട് മാറി കിടപ്പ് രോഗിയായിട്ട് മാറുന്നു. പിന്നീട് വാക്കറയിലും അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ജീവിതങ്ങൾ. നടക്കാൻ പറ്റില്ല. വീൽ ചെയറിലാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കുന്നത്, ഞാൻ ഇടപെടുന്ന ആളുകൾ മുഴുവനും ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളുടെ ഇടയിലൂടെയാണ് എൻ്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളും കൂടുതലും. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, കൂടുതൽ ആളുകളൊക്കെ ഇങ്ങനെ നമ്മളെ വളരെ സഹതാപത്തോടെയും സങ്കടത്തോടെയും എല്ലാം നോക്കുന്നു. മാത്രമല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ മരിച്ചു പോകുന്നു. ഞാനും ഇങ്ങനെ കീമോയുടെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു, മൊട്ടത്തലയാണ്. വേറൊരു സാഹചര്യത്തിലോട്ട് വന്നു. ഞാനും ഏതാണ്ടോ ഇങ്ങനെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി എന്നൊരു ചിന്ത. അങ്ങനെ ആകപ്പാടെ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യമാണ്. കീമോയുടേതായ ഛർദി, ബഹളങ്ങൾ ഇതെല്ലാം ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കീമോ കഴിഞ്ഞ് അടുത്ത കീമോയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1 മാസം വേണം. അതായത് മുഴുവനും എനിക്ക് 12 സൈക്കിൾ കീമോ ആണ് ചെയ്തത്. ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിളിലേക്ക് 1 മാസമെങ്കിൽ അങ്ങനെ 12 മാസം, അക്ഷരാർത്ഥത്തിൽ 1 വർഷം മുഴുവനും ഇങ്ങനെ ആശുപത്രി, ഛർദി, ബഹളം, വീണ്ടും വീട്, ആശുപത്രി, ഇങ്ങനെ ഒരു ഘട്ടങ്ങളായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് കാലിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ അസുഖം വന്നിരിക്കുന്ന അത്രയും ഭാഗത്തെ അസ്ഥി മുറിച്ചു മാറ്റി അവിടെ വേറൊരു മെറ്റൽ കൊണ്ട് വെച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ്റെ സമയമായി. അത്രയും കാലത്തെ കീമോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓപ്പറേഷൻ്റെ സമയമായി. ഓപ്പറേഷൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മെറ്റൽ നമ്മൾ ഓർഡർ ചെയ്തു. മെറ്റൽ വന്നു. ഓപ്പറേഷൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു. കൃത്യം ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥലത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അത് വീണ്ടും ഈ അസുഖം കൂടി, ക്യാൻസർ വീണ്ടും താഴേക്ക് അസുഖം സ്പ്രെഡായി. കുറച്ച് കാലം കീമോ ഒക്കെ നിർത്തിയിട്ട് കുറേ കാലത്തേന് നമ്മൾ റെസ്റ്റ് എടുത്തൊരു കുറച്ച് സമയത്തിൻ്റെ ഇടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അസുഖം കാലിൻ്റെ മുട്ടിന് താഴേക്ക് മുഴുവനും ക്യാൻസറായി കാലിന്. അപ്പോൾ എനിക്ക് വേദന, ശക്തമായ രീതിയിൽ വേദന ഉണ്ടായി. എനിക്ക് തിരിയാനും പറയാനും അനങ്ങാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നേരെ തന്നെ എന്നെ വിളിച്ച് ആംബുലൻസൊക്കെ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ ചെല്ലുന്നു. വീട്ടുകാരും നാട്ടുകാരും അച്ഛന്മാരും ഡോക്ടർമാരും നഴ്സുമാരെല്ലാവരും ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ചുറ്റുമുണ്ട്. ഞാനിങ്ങനെ എഴുന്നേറ്റ് ആശുപത്രിയുടെ കിടക്കയിൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യം. അപ്പോൾ പ്രധാനപ്പെട്ട ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജെയിംസേ കാലിങ്ങനെ വെച്ചിരിക്കുകയാണ്, കാലിൻ്റെ മുട്ടിന് മുകളിലേക്ക് എൻ്റെ കൈ കാണിച്ചിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറയുകയാണ്, ജെയിംസേ കാല് മുറിക്കണം എന്ന് വെച്ചാൽ ഈ സാറ് അങ്ങനെ പറയുന്ന ക്ഷണത്തിലാണ് ഞാൻ കാല് മുറിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലഘട്ടം എൻ്റെ മൈൻഡിൽ കിടക്കുന്നത് ഇങ്ങനെ നമ്മൾ മെറ്റലായിട്ടുള്ളൊരു സാധനം വെച്ച് പിടിപ്പിക്കും, പിന്നെ നമ്മൾ ആ രീതിയിലുള്ള ഒരു ചിന്താഗതികളാണ്. കാല് മുറിക്കുമെന്നും അറിയുന്നു. പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ എൻ്റെ കാല് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ബോധം കെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം വേണ്ടിയിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഓപ്പറേഷൻ ICU തിയേറ്ററിലല്ല, ICUയിലാണ്. നേരം പകലാണ്, പക്ഷേ
കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് 22 വർഷമായിട്ട് എൻ്റെ കൂടത്തിൽ ജന്മനാ ദൈവം തന്ന ഒരു കാല് അവിടെ ഇല്ല. അത് മുട്ടിന് മുകളിൽ നിന്ന് മുറിച്ചു. പിന്നീട് കുറച്ച് ഉള്ള കുറച്ച് ഭാഗത്തെ ഒരു അസ്ഥി മാത്രമാണ്, അതിങ്ങനെ തുണി കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം 2 കാലിൽ നിന്ന് ഒറ്റക്കാലിലേക്കുള്ളൊരു ഘട്ടമാണ്. പിന്നീട് എപ്പോഴും പരസഹായം, മറ്റുള്ളവരുടെ സഹായം തേടിയാണ് ഞാൻ ഈവൻ ടോയ്ലറ്റിൽ പോകുന്നത് തൊട്ട് എൻ്റെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ആരെങ്കിലും എന്നെ പിടിച്ച് സഹായിക്കാതിരിക്കുക ചെയ്യാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അത് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ അഹങ്കരിക്കാനായിട്ടൊന്നും ഇല്ലെന്നുള്ളതാണ്. എൻ്റെ മുടി, ഞാൻ പറഞ്ഞു, മുടി കൊഴിഞ്ഞു പോയി. ഒരു കാലഘട്ടത്തിൽ ഒരു 22 വയസ്സുള്ള സെമിനാരിക്കാരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ മുടിയെ അഹങ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മുടി ഉണ്ടെന്നെങ്കിലും എനിക്ക് പറയാമായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലും പോയി. നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവത്തിൽ പോലും എനിക്ക് നാളെ ഇത് ഉണ്ടാകുമെന്നതിൻ്റെ കാര്യത്തിൽ നിശ്ചയമില്ല, ഉറപ്പില്ല. അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ഇത് കാലം ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിൻ്റെ അത് ആരുടെ ഒരു ഉറപ്പോ ആരുടെ നമുക്കൊരു പ്രിവിലേജ് ഒന്നുമല്ല ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. എത്ര കാശുണ്ടെങ്കിലും, എന്തുമാത്രം സ്വാധീനങ്ങളുണ്ടെങ്കിലും, എന്തുമാത്രം കഴിവുണ്ടെങ്കിലോ ഇതുകൊണ്ടൊന്നും ഈ പറയുന്ന കാര്യങ്ങൾക്കകത്തൊന്നും മാറ്റം വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ ആയി. പിന്നീടുള്ള എൻ്റെ ജീവിതഘട്ടങ്ങളിൽ ഞാൻ വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ജീവിതത്തെ അല്പം കൂടി സീരിയസ് ആയി, അല്പം കൂടി ഇതിങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അതിജീവിക്കാനായിട്ടുള്ള കുറവ്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു വിശുദ്ധിയോ എൻ്റെ ഭക്തിയോ അങ്ങനെ എനിക്ക് കിട്ടിയതാണെന്നൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. മറിച്ച് ഇത് ദൈവം എനിക്ക് തന്നു എന്നെനിക്ക് പറയാം. ഞാനിങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല, എൻ്റെ വിഷമങ്ങളൊന്നും അലട്ടിയിട്ടില്ല. ഇത് വെച്ച സമയത്ത് തന്നെ പറഞ്ഞു വെപ്പുകാല് വെക്കണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. സ്റ്റിച്ച് എടുക്കുന്നതിന് മുന്നേ ഞാൻ വെപ്പുകാല് വെച്ചു. പിന്നീട് വെപ്പുകാല് വെച്ച് നമുക്കറിയാം, പുറത്തിറങ്ങി വെപ്പുകാല് ഇങ്ങനെ ചട്ടനായിട്ട് നടക്കുമ്പോൾ ആളുകൾ നോക്കും. ആളുകൾ പല രീതികളിലാണ് നമ്മളെ കാണുന്നത്. മാത്രമല്ല ഞാൻ നടക്കുന്നത് ഞാനും കാണുന്നുണ്ട്. ഈ കണ്ണാടിയിലൂടെയും മറ്റു രീതിയിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ചട്ടനായിട്ട് നടക്കുന്നത് നമുക്ക് കാണാം. അത് നൽകുന്നൊരു മാനക്കേടുണ്ട് അല്ലേ, മറ്റുള്ളവരിങ്ങനെ ചട്ടനായിട്ട് നടക്കുന്നത് കാണും. പക്ഷേ എന്നെ ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഞാൻ വളരെ അത് ഞാൻ പറയുന്നത് ഈശോ ഇരിക്കുന്നതിന് വലിയൊരു കൃപയാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ലോകം ഇല്ലാതെ ആണെങ്കിലും ഞാൻ നടുറോട്ടിലൂടെ ഈ ചട്ടുകാരനായിട്ട് തന്നെ കടന്നു പോകും. എന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആരെന്നെ ചിന്തിച്ചാലും അത് എൻ്റെ ചിന്തയുടെ ഒരു ഭാഗമായിട്ടില്ല ഇതുവരെയും, എന്നെ സങ്കടപ്പെടുത്തിയിട്ടുമില്ല. ഓക്കെ, ഞാൻ തിരിച്ച് വെപ്പാൽ വെച്ച് തിരിച്ച് ബാക്കി സെമിനാരിലോട്ട് പോയി. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, സഭയുടെ കാലഘട്ടം നമുക്കറിയാം. 2 കാലില്ലാത്ത ഒരാളെ സഭയ്ക്ക് പട്ടം കിട്ടിയിട്ട് സഭയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒറ്റക്കാരനായിട്ടുള്ള ഒരാളെ ഈശോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം, കാര്യപ്രാപ്തി വേണം. അങ്ങനെ തീർത്ത കണ്ട ചട്ടനെയും പൊട്ടനെയും ഒന്നും സഭ പിടിച്ച് പട്ടം കൊടുക്കാറില്ല. സഭയുടെ ചരിത്രം അങ്ങനെയാണ്. കാലില്ലാത്തവർക്ക് സഭ ഇതുവരെ പട്ടം കൊടുത്തിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പട്ടം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ മിടുക്കല്ല, മറിച്ച് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തൊക്കെയോ വലിയ പദ്ധതികളുണ്ട് എന്നത് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പദ്ധതി ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി, എൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ളൊരു പദ്ധതി ദൈവത്തിന് പിന്നിൽ കിടപ്പുണ്ട്. അത് വലിയ നിഗൂഢമാണ്, ആഴപ്പെട്ടതാണ്, അജ്ഞാതപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ്. ദൈവം അത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നത് എനിക്കിത് സങ്കടമില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഒരു ഘട്ടത്തിലേക്ക് വന്ന് പിരിച്ചു സെമിനാരിലോട്ട് വന്നു എന്നുള്ളതാണ്. ദൈവം വിളിച്ചതിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് നിങ്ങളുടെ മുന്നിൽ പറയുന്നതിനകത്ത് എനിക്ക് ഒരു നാണക്കേടൊന്നുമില്ല. ഒരു അച്ഛനാകാനായിട്ടുള്ള യാതൊരു യോഗ്യതയും എനിക്കുള്ള ഒരു ആളല്ല ഞാൻ. പുരോഹിതനായി ഇങ്ങനെ ജീവിക്കാനായിട്ടുള്ള യാതൊരു യോഗ്യതയും എൻ്റെ ശാരീരികമായ അവസ്ഥയിൽ എനിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അച്ഛനായി. അത് ഞാൻ അച്ഛനായി എന്നുള്ളതല്ല, ദൈവം എനിക്ക് പൗരോഹിത്യം തന്നു എന്നുള്ളതാണ്. അതിനുള്ള ഔദാര്യം ദൈവം എന്നോട് കാണിച്ചു. പിന്നീടുള്ള ജീവിതത്തിൽ 7 വർഷം ഈ ഒറ്റക്കാരനായിട്ട് തന്നെ സെമിനാരി പഠിച്ചു. പിന്നീട് എനിക്ക് ദൈവം ഒരിക്കൽ പിതാവ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പിതാവിൽ നിന്നുകൊണ്ട് എനിക്ക് പട്ടം കിട്ടി. ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ പട്ട ശുശ്രൂഷ സമയത്തൊക്കെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അടുത്ത് പട്ടത്തിന് പോകുന്ന വഴിയിൽ പിതാവ് എന്നെ വണ്ടിയിലിരുന്ന് ഓർമ്മിപ്പിച്ചു, നിൽക്കരുത്, പട്ടത്തിന് കുർബാനയ്ക്ക് നിൽക്കാനുള്ളതാണ്, അതുകൊണ്ട് പട്ട സമയത്ത് എൻ്റെ ഒരു ജമാഅച്ചൻ നീ ഇരുന്നോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഈ പട്ട സമയത്തെല്ലാം നിന്നിട്ട് കുർബാനയുടെ സമയത്ത് നിന്ന് പുത്തൻ കുർബാന ചെല്ലണം, ഇത്ര സമയം എങ്ങനെ നിൽക്കും, 1 മണിക്കൂർ പോലും എങ്ങനെ നിൽക്കുമെന്നൊരു ഭയന്ന് ആണ് ഞാൻ പട്ടത്തിലേക്ക് കയറുന്നത്. പക്ഷേ ഞാനിപ്പോൾ
ഒരു 4 മണിക്കൂർ വരെ എനിക്ക് ഒറ്റക്കാലം നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാനായിട്ടുള്ളൊരു ശക്തി ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. നിൽക്കാം, ഒരു കുഴപ്പമില്ല. അതെല്ലാം ഇങ്ങനെ ദൈവം തന്നെ അനുഗ്രഹിച്ച വഴികളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തിരിച്ച് സെമിനാരി വന്ന് പട്ടം കിട്ടി, ബാക്കി പഠിക്കാനായിട്ട് ദൈവവിളി മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഈശോ എനിക്ക് തരികയാണ്. വെപ്പാൽ വെച്ച് തിരിച്ച് ബാക്കിയുള്ള 6 കീമോയും കഴിഞ്ഞു സെമിനാരി വന്നു. ഇനി സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വീണ്ടും നോർമലി ക്യാൻസർ വന്ന ആളുകളുടെ സമയത്തോടെ നമുക്ക് ചെക്കപ്പിനായിട്ട് പോകണം. അങ്ങനെ ഒരിക്കൽ ചെക്കപ്പിനായിട്ട് പോയ സമയത്ത് എൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ ആണ് എടുത്തത്. അപ്പോൾ സാറ് പറഞ്ഞു ഒരു CT സ്കാനും കൂടെ എടുക്കണം, പിന്നെ ഒരു PET സ്കാനും കൂടെ എടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് സ്കാനിങ്ങുകൾ നടത്തി. എന്നിട്ട് ഞങ്ങൾ വീട്ടുകാർ പോയ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ശ്വാസകോശത്തിന് ലെഫ്റ്റ് ലങ്സിന് ക്യാൻസർ ഉണ്ട് എന്ന് പറയാണ്. വീണ്ടും ക്യാൻസർ പിടിച്ചു. ഇതകത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വെച്ച് താമസിപ്പിച്ചില്ല. ഇത് അറിഞ്ഞു ഉടനെ തന്നെ ഓങ്കോളജിക്കൽ സർജൻ്റെ അടുത്ത് പോകുന്നു. സാറ് പറയുന്നു അടുത്ത ദിവസം നമ്മൾ ഓപ്പറേഷൻ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. എൻ്റെ ശ്വാസകോശം, എൻ്റെ ലെഫ്റ്റ് ലങ്സ് ഒരെണ്ണം മുറിച്ച് മാറ്റി. കുറച്ച് ഭാഗത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ആരംഭിച്ചത്. പക്ഷേ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇതകത്തേക്കെല്ലാം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഒരു ശ്വാസകോശം മുഴുവനും മുറിച്ച് മാറ്റി. ഇപ്പോൾ ഒറ്റക്കാലിനും ഒരു ശ്വാസകോശം ഉള്ളവനായിട്ടാണ് ഇപ്പോൾ എൻ്റെ നിലവിലത്തെ എൻ്റെ ജീവിതം. ഇനി മുന്നോട്ട് ഇങ്ങനെ ദൈവ അത്ഭുതം പ്രവർത്തിച്ച് ഒന്നും ഉണ്ടാകത്തില്ല എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. മുന്നോട്ട് ഇനി ഉണ്ടായാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു തടസ്സമാണെന്നോ അത് മറ്റു കാര്യങ്ങളാണ് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളുമല്ല. കാരണം ഇത്രയും ഞാൻ ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒരു ഒറ്റക്കാലനായിട്ട് ജന്മം നൽകാമായിരുന്നു, വൈകല്യമുള്ള ഒരാളായിട്ട് എന്നെ ജനിപ്പിക്കാമായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷേ ദൈവം എനിക്ക് 2 കാലോടുകൂടി ഈ ഭൂമിയിൽ ജനിക്കാനായിട്ടൊരു സാഹചര്യം അവസരമൊക്കെ തന്നത് ദൈവത്തിൻ്റെ എന്നോടുള്ളൊരു ഔദാര്യം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് അച്ഛനാകാനായിട്ട് പറ്റിയത്. അതിനുശേഷം ദൈവം തന്നെയാണ് എൻ്റെ കാലം എടുക്കുന്നത്. പിന്നീട് ദൈവം തന്നെയാണ് എൻ്റെ ശ്വാസകോശം എടുക്കുന്നത്. പക്ഷേ ആ ദൈവം തന്നെയാണ് വീണ്ടും എനിക്ക് ഓരോ യുദ്ധത്തിലേക്ക് വളരാനും ശുശ്രൂഷാ ജീവിതത്തിലോട്ട് വരാനും വചനം പ്രസംഗിക്കാനും ഒക്കെ ഉള്ള വലിയൊരു അഭിഷേകവും കുറവെല്ലാം തരുന്നത് ഈ ഈശോ തന്നെയാണ്. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ വഴികൾ നമ്മളിങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ നമുക്ക് മനസ്സിലായതില്ല, പക്ഷേ അത് അജ്ഞാതമാണ്. അതിങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നതനുസരിച്ചുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയുന്നത് ഞാനിങ്ങനെ കാലില്ല ലങ്സ് ഇല്ല എന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ച് ജീവിക്കുന്നൊരു അച്ഛനല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്ന ആളുമല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്നൊരു വൈദികനാണ്. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന അച്ഛനാണ്. അത് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളോട് ചോദിച്ചാൽ അഹങ്കാരം പറയുന്നതല്ല. ഞാൻ ജീവിതത്തിൽ കാലില്ലാത്തതിനെക്കുറിച്ച് ഇതുവരെ ആരോടും ഒരു പരാതി പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടം പേഴ്സണലായിട്ട് ലൈഫിൽ അങ്ങനെ വന്നിട്ടുമില്ല. കാരണം ഇതിന് നടുവിൽ എനിക്ക് അതിന് വേണ്ട ശക്തി ദൈവം തരുന്നതാണ്, ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളതൊരു വിശ്വാസമാണ്. അതായത് എൻ്റെ നന്മയല്ലെന്ന് ഞാൻ വീണ്ടും പറയാണ്. അത് സന്തോഷത്തോടു കൂടി തന്നെ ഇത്രയും കാലം, ഇപ്പോൾ 15ാമത്തെ വർഷമാണ് കാല് മുറിച്ചിട്ട് ഇപ്പോൾ ഒറ്റക്കാലനായിട്ട് യാത്ര ചെയ്യും. എനിക്ക് തന്നെ വണ്ടി ഓടിക്കാം, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ശുശ്രൂഷയിലെ മുന്നോട്ട് പോകും. എന്നുവെച്ചാൽ പുറമേയുള്ള സഹനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. പുറമേ അതിൻ്റേതായ നല്ല രീതിയിലുള്ള സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെയും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഒരൊറ്റ വചനം പറഞ്ഞു ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. വചനം ഇതാണ്, 1 പത്രോസ് 4:12. 1 പത്രോസ് 4:12 വചനം എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെ പരിശോധിക്കുന്നതിനായി മാരകമായ അഗ്നിശോധനകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരിഭ്രമം, ടെൻഷൻ, വിഷമം, സങ്കടം ഒന്നും ഉണ്ടാവരുത്. എന്നിട്ടോ വചനം പറയുന്നത് എന്താണ്? നീ സന്തോഷിക്കണം, കാരണം ക്രിസ്തുവിൻ്റെ പീഡകളിൽ നീ പങ്കുകാരനാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോയുടെ കുരിശിൻ്റെ ഭാഗഭാഗിത്വം എൻ്റെ സഹനത്തിലൂടെ, ഈ ജീവിതത്തിൽ ശരീരത്തിലെ സഹനത്തിലൂടെ ഇത് ഈശോയ്ക്ക് കൊടുക്കാൻ ഞാൻ കുറേ സഹിക്കുന്നതിൻ്റെ അകത്തല്ല ഇതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്. ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് എൻ്റെ വിശുദ്ധി. ഞാൻ ഈ സഹനത്തെ ഈശോയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അളവനുസരിച്ച്, ആ ഗ്രേഡ് അനുസരിച്ചാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. ഞാനല്ല എൻ്റെ സഹനങ്ങൾ, എൻ്റെ വിഷമം, എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അതെനിക്ക് സങ്കടം തന്നെയാണ്. അതേസമയം ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ അതെനിക്ക് സന്തോഷമായി മാറുകയാണ്. കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് അത്രയും കൂടെ ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് അത്രയും കൂടെ സഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിൽ ഇതുവരെയും ജീവിച്ചു പോകുന്ന ഒരച്ഛനാണ്. ഇപ്പോൾ കൂത്താട്ടകുളത്തുള്ള ഒരു ദിവ്യകാരുണ്യ മിഷണറി, ഒരു MCBS ഹൗസിൽ ഞാനിങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷ, ഇങ്ങനെ ധ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈശോ തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.